PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിലബസിലെ കോർപ്പറേഷനിലെ മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും ജനറൽ പർപ്പസ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആൻഡ് ദെയർ ഫെഡറേഷൻസ് ഇൻക്ലൂഡിംഗ് നാഫെഡ് എന്ന ടോപ്പിക്കാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. സിലബസ് അനുസരിച്ചുള്ള ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആർ. ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആർ. ഉത്തരം താലൂക്ക് ഓർ മന്തി. പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു താലൂക്കാണ്. കേരളത്തിൽ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് 2 ടയർ സ്ട്രക്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പെക്സ് ലെവലിൽ മാർക്കറ്റ് ഫെഡ്, പ്രൈമറി ലെവലിൽ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് താലൂക്ക് ഓർ മന്തി. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ദ ഓവർലാപ്പിംഗ് ഓഫ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓവർലാപ്പിംഗ് ഓഫ് ഏരിയ ഓഫ് ഓപ്പറേഷൻ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിന് ആപ്ലിക്കബിൾ അല്ല. The overlapping of area of operation is not applicable to marketing cooperative societies. First marketing society in India. First marketing society in India. ഉത്തരം ഹൂബ്ലി ഇൻ കർണാടക. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മാർക്കറ്റിംഗ് സൊസൈറ്റി നിലവിൽ വന്നത് കർണാടകയിലെ ഹൂബ്ലിയിലാണ്. The birthplace of marketing societies. The birthplace of marketing societies. ഉത്തരം USA. മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ ജന്മനാട് എന്ന് പറയുന്നത് അമേരിക്കയാണ്. ദ കമ്മിറ്റി റിലേറ്റഡ് വിത്ത് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. ദ കമ്മിറ്റി റിലേറ്റഡ് വിത്ത് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. ഉത്തരം ദന്തവാല കമ്മിറ്റി. ദന്തവാല കമ്മിറ്റി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്. ഇതിൻ്റെ ചെയർമാനാണ് ഡി ദന്തവാല. 1964 ദന്തവാല കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടത്. 1966 ഈ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ദന്തവാല കമ്മിറ്റി. പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റി പർച്ചേസസ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് കോൾഡ്. പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റി പർച്ചേസസ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് കോൾഡ്. ഉത്തരം ഔട്ട്റൈറ്റ് പർച്ചേസ്. മാർക്കറ്റിംഗ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ടേമാണ് ഔട്ട്റൈറ്റ് പർച്ചേസ് എന്നത്. ഔട്ട്റൈറ്റ് പർച്ചേസ് എന്നാൽ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് പ്രൈസിൽ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് പർച്ചേസ് ചെയ്യുന്നു. ഇതിനെയാണ് ഔട്ട്റൈറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത്. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഉത്തരം മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. മാർക്കറ്റിംഗ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ടാണ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. ദ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് കീപ് എ ഫണ്ട് ടു മീറ്റ് അൺഫോർസീൻ ലോസസ് ഡ്യൂ ടു ഔട്ട്റൈറ്റ് പർച്ചേസ് ഈസ് കോൾഡ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. നമ്മൾ പറഞ്ഞു മാർക്കറ്റ് പ്രൈസിൽ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് പർച്ചേസ് ചെയ്യുന്നു പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. അതിനെയാണ് ഔട്ട്റൈറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ഈ ഔട്ട്റൈറ്റ് പർച്ചേസ് മൂലമുണ്ടാകുന്ന ആകസ്മികമായിട്ടുള്ള നഷ്ടങ്ങൾ നികത്തുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് കീപ്പ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% വെച്ചാണ്. മാർക്കറ്റിംഗ് സൊസൈറ്റീസ് വിൽ സെറ്റ് അപ്പാർട്ട് 10% ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. അനദർ നെയിം ഓഫ് പ്ലെഡ്ജ് ലോൺ ഇൻ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. Another name of pledge loan in marketing societies. ഉത്തരം കീ ലോൺ. പ്ലെഡ്ജ് ലോണിൻ്റെ മറ്റൊരു പേരാണ് കീ ലോൺ എന്നത്. പ്ലെഡ്ജ് ലോൺ മാർക്കറ്റിംഗ് സൊസൈറ്റി ഇഷ്യൂ ചെയ്യുന്നത് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിൻ്റെ സെക്യൂരിറ്റിയിന്മേലാണ്. പ്ലെഡ്ജ് ലോൺ ഈസ് ഇഷ്യൂഡ് ബൈ മാർക്കറ്റിംഗ് സൊസൈറ്റി ഓൺ ദ ബേസിസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. അപ്പോൾ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം, പ്ലെഡ്ജ് ലോൺ അല്ലെങ്കിൽ കീ ലോൺ, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, കമ്മീഷൻ ഏജൻസി സിസ്റ്റം, ട്രേഡ് ക്രെഡിറ്റ്, റെഗുലേറ്റഡ് മാർക്കറ്റ്, ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ ഇതെല്ലാം മാർക്കറ്റിംഗ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട ടേമുകളാണ്. റെഗുലേറ്റഡ് മാർക്കറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. റെഗുലേറ്റഡ് മാർക്കറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ.
ഉത്തരം 1929. 1929 റെഗുലേറ്റഡ് മാർക്കറ്റ് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. കേരളത്തിൽ 2 റെഗുലേറ്റഡ് മാർക്കറ്റാണുള്ളത്, തിരൂർ ആൻഡ് പൊന്നാനി. റെഗുലേറ്റഡ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് മാർക്കറ്റിംഗ് കമ്മിറ്റിയാണ്. മാർക്കറ്റിംഗ് മേഖലയിൽ നിലനിൽക്കുന്ന ഇറഗുലാരിറ്റീസ് ആൻഡ് മാൽപ്രാക്ടീസസ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് റെഗുലേറ്റഡ് മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1929 റെഗുലേറ്റഡ് മാർക്കറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. കേരളത്തിൽ 2 റെഗുലേറ്റഡ് മാർക്കറ്റ്സ് ആണുള്ളത്, തിരൂർ ആൻഡ് പൊന്നാനി. പ്രോഡക്റ്റ് ഓഫ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഫെഡറേഷൻ. പ്രോഡക്റ്റ് ഓഫ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഉത്തരം അക്മാർക്ക്. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ പ്രോഡക്റ്റാണ് അക്മാർക്ക്. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രേഡ് നെയിമാണ് അക്മാർക്ക്. ദ ട്രേഡ് നെയിം ഓഫ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് അക്മാർക്ക്. കേരളത്തിൽ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് 2 ടയറിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രൈമറി ലെവലിൽ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, സ്റ്റേറ്റ് ലെവലിൽ മാർക്കറ്റ് ഫെഡ്. അപ്പോൾ മാർക്കറ്റ് ഫെഡാണ് കേരളത്തിലെ അപ്പെക്സ് സൊസൈറ്റി ഫോർ ഓൾ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. Market Fed was established on 25th March 1960. 1960 മാർച്ച് 25 മാർക്കറ്റ് ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. മാർക്കറ്റ് ഫെഡാണ് കേരളത്തിലെ എല്ലാ മാർക്കറ്റിംഗ് സൊസൈറ്റീസിനെയും അപ്പെക്സ് സൊസൈറ്റി. മാർക്കറ്റ് ഫെഡ് മീൻസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷനെയാണ് മാർക്കറ്റ് ഫെഡ് എന്ന് പറയുന്നത്. The headquarters of Market Fed. The headquarters of Market Fed. ഉത്തരം എറണാകുളം. മാർക്കറ്റ് ഫെഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് എറണാകുളത്താണ്. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മാർക്കറ്റ് ഫെഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കാലിക്കറ്റായിരുന്നു. 1978 എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആയത്. The headquarters of Market Fed was in Calicut when it was established. Now it is in എറണാകുളം. 1942 ഫോം ചെയ്ത സൗത്ത് മലബാർ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ് പിന്നീട് മാർക്കറ്റ് ഫെഡായിട്ട് മാറിയത്. മാർക്കറ്റ് ഫെഡ് വാസ് സ്റ്റാർട്ടഡ് ബൈ കൺവേർട്ടിംഗ് ദ സൗത്ത് മലബാർ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി. 1942 ഡിസംബർ 24 ഫോം ചെയ്തത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് മാർക്കറ്റ് ഫെഡ് ഈസ് ഉത്തരം മാനേജിംഗ് ഡയറക്ടർ. മാർക്കറ്റ് ഫെഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് മാനേജിംഗ് ഡയറക്ടറാണ്. ഡാഷ് ഈസ് ദ കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ മാർക്കറ്റ് ഫെഡ്. ഡാഷ് ഈസ് ദ കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ മാർക്കറ്റ് ഫെഡ്. ഉത്തരം കേരജം. മാർക്കറ്റ് ഫെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലാണ് കേരജം. മാർക്കറ്റ് ഫെഡ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് മേജർ സ്പൈസസ് ഇൻ സ്പെഷ്യലി പ്രിപ്പയർഡ് ഗിഫ്റ്റ് ബോക്സസ് ഇൻ ദ നെയിം. Market Fed has introduced major spices in specially prepared gift boxes in the name. ഉത്തരം സീസണിങ്സ്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ബോക്സസിൽ മേജർ സ്പൈസസ് ആയിട്ടുള്ള ബ്ലാക്ക് പെപ്പർ, കാർഡമം, ക്ലോസ്, സിന്നമൺ ഇതെല്ലാം സ്പെഷ്യലി അറേഞ്ച് ചെയ്യുന്നു. അതിനെ സീസണിങ്സ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പേര് സീസണിങ്സ് എന്നാണ്. മാർക്കറ്റ് ഫെഡ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് മേജർ സ്പൈസസ് ഇൻ സ്പെഷ്യലി പ്രിപ്പയർഡ് ഗിഫ്റ്റ് ബോക്സസ് ഇൻ ദ നെയിം സീസണിങ്സ്. Ultimate authority of Market Fed is ഉത്തരം ജനറൽ ബോഡി. മാർക്കറ്റ് ഫെഡിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി ജനറൽ ബോഡിയാണ്. ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് മാനേജിംഗ് ഡയറക്ടറാണ്. മാർക്കറ്റ് ഫെഡിൻ്റെ മെമ്പേഴ്സ് പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസും അതുപോലെ ഗവൺമെൻറ്റുമാണ്. പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസും ഗവൺമെൻറ്റുമാണ് മാർക്കറ്റ് ഫെഡിൽ മെമ്പേഴ്സായിട്ട് വരുന്നത്. ജനറൽ ബോഡി ഈസ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഓഫ് മാർക്കറ്റ് ഫെഡ്. തൃപ്തി സ്റ്റോർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഉത്തരം മാർക്കറ്റ് ഫെഡ്. തൃപ്തി സ്റ്റോർ മാർക്കറ്റ് ഫെഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കണം, ത്രിവേണി സ്റ്റോർ ആണെങ്കിൽ അത് കൺസ്യൂമർ ഫെഡാണ്. തൃപ്തി സ്റ്റോർ ഈസ് അസോസിയേറ്റഡ് വിത്ത് മാർക്കറ്റ് ഫെഡ്. ഡാഷ് ഈസ് ദ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഓഫ് ഓൾ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. ഡാഷ് ഈസ് ദ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഓഫ് ഓൾ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. ഉത്തരം നാഫെഡ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് കേരളത്തിലെ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസാണ്. അപ്പെക്സ് ലെവലിൽ മാർക്കറ്റ് ഫെഡും പ്രൈമറി ലെവലിൽ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസും. ഇന്ത്യയിൽ
എല്ലാ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെയും നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നാഫെഡ് ആണ്. നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നതാണ് നാഫെഡിൻ്റെ പൂർണ്ണരൂപം. നാഫെഡ് മീൻസ് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. NAFED was established on ഉത്തരം 2nd October 1958. 1958 ഒക്ടോബർ 2-നാണ് നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1958 ഗാന്ധി ജയന്തി ദിനത്തിലാണ് നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നാഫെഡ് ന്യൂഡൽഹി. Nodal agency for implementing price supporting scheme for India is Nodal agency for implementing price supporting scheme of government is ഉത്തരം നാഫെഡ്. ഗവൺമെൻറ്റിൻ്റെ PSS അഥവാ പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന നോഡൽ ഏജൻസിയാണ് നാഫെഡ്. നാഫെഡ് ഹാസ് ഹൗ മെനി റീജിയണൽ ഓഫീസസ്? നാഫെഡ് ഹാസ് ഹൗ മെനി റീജിയണൽ ഓഫീസസ്? ഉത്തരം 4. നാഫെഡിന് 4 റീജിയണൽ ഓഫീസസ് ഉണ്ട്. ഡൽഹി, കൽക്കട്ട, ചെന്നൈ ആൻഡ് മുംബൈ. നാഫെഡിൻ്റെ ഷെയർ ക്യാപിറ്റലിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇക്വിറ്റി പാർട്ടിസിപ്പേഷനും ഇല്ല. നാഫെഡിന് മേജർ സോഴ്സ് ഓഫ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് NCDC ആണ്. നാഫെഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണ്. നാഫെഡ് ഹാസ് എ ഫോറിൻ ടെർമിനൽ അറ്റ് നാഫെഡ് ഹാസ് എ ഫോറിൻ ടെർമിനൽ അറ്റ് ഉത്തരം ദുബായ്. നാഫെഡിന് ഫോറിൻ ടെർമിനൽ ഉള്ളത് ദുബായിലാണ്. നാഫെഡ് ഹാസ് എ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് അറ്റ് നാഫെഡ് ഹാസ് എ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് അറ്റ് ഇൻഡോർ. മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് നാഫെഡിൻ്റെ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. നാഫെഡ് ഹാസ് കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ് അറ്റ് നാഫെഡ് ഹാസ് കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ് അറ്റ് ഉത്തരം ന്യൂഡൽഹി. നാഫെഡിൻ്റെ കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അപ്പം ഫോറിൻ ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത് ദുബായിലാണ്, ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഇൻഡോറിൽ, കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ് ന്യൂഡൽഹിയിൽ. നാഫെഡ് ഫോറിൻ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തത് 1962-63 സെൻട്രലി സ്പോൺസേഡ് സ്കീം വന്ന വർഷമാണ് 1962. ഇതേ വർഷമാണ് നാഫെഡ് ഫോറിൻ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തത്. The main objective of NAFED ഉത്തരം to organize, promote and develop marketing, processing and storage of agricultural products. നാഫെഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു ഓർഗനൈസ്, പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് മാർക്കറ്റിംഗ്, പ്രോസസ്സിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആണ്. ഇതുകൂടാതെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചറൽ മെഷീനറി, ഇൻ്റർ ആൻഡ് ഇൻട്രാ സ്റ്റേറ്റ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ട്രേഡ്, ടു അണ്ടർടേക്ക് മാർക്കറ്റിംഗ്, റിസർച്ച്, ഇതെല്ലാം നാഫെഡിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. കോപ്പറേറ്റീവ് ടൂർ ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് നാഫെഡ്. നാഫെഡിൻ്റെ പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് ടൂർ. അതുപോലെ നാഫെഡ് ന്യൂസ്, ഇതെല്ലാം നാഫെഡിൻ്റെ പബ്ലിക്കേഷനാണ്. നാഫെഡിൻ്റെ ഗ്രോസറി സ്റ്റോറാണ് നാഫെഡ് ബസാർ. എംപവറിംഗ് ഫാമേഴ്സ് ഈസ് എ സ്ലോഗൻ ഓഫ് ഉത്തരം നാഫെഡിൻ്റെ സ്ലോഗനാണ് എംപവറിംഗ് ഫാമേഴ്സ് എന്നത്. ഫാമേഴ്സ് കോപ്പറേറ്റീവ്സ് നാഫെഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഫാമേഴ്സ് കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടതാണ് കിസാൻ സെ കിച്ചൻ ടാക് റിലേറ്റ്സ് ടു നാഫെഡ്. NHRDF was established by ഉത്തരം നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് NHRDF. NHRDF മീൻസ് നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ. 1977 നവംബർ 3-നാണ് NHRDF എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഡാഷ് ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് ഹണി ഡെവലപ്ഡ് ബൈ നാഫെഡ്. ഉത്തരം മധുമന്ത്ര. നാഫെഡ് ഡെവലപ്പ് ചെയ്ത ഹണിയുടെ ബ്രാൻഡ് നെയിമാണ് മധുമന്ത്ര. കോറി ഗോൾഡ് എന്നത് കൊറിയാണ്ടർ പൗഡറിൻ്റെ ബ്രാൻഡ് നെയിമാണ്.
ഓർഗാനിക് സോൾ, നാഫഡ് പ്രീമിയം ഇതെല്ലാം നാഫഡിൻ്റെ പ്രോഡക്റ്റുകളാണ്. മധുമന്ത്ര ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് ഹണി ഡെവലപ്ഡ് ബൈ നാഫഡ്. ഇത്രയും കാര്യങ്ങളാണ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. സിലബസിലെ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആൻഡ് ദെയർ ഫെഡറേഷൻസ് ഇൻക്ലൂഡിംഗ് നാഫഡ് എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചത്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്ന് കുറച്ച് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എക്സാമിനോട് അടുക്കുമ്പോൾ റിവിഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.